Hello everyone. Welcome back to Spanish with Lali. അപ്പോൾ ആസ് യൂഷ്വൽ സമയൊട്ടും കളയാതെ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് ഒരു കൺഫ്യൂസിങ് വെർബാണ്. എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. നിങ്ങളിലേക്ക് ഇതെങ്ങനെ എത്തിക്കും, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരുവാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊക്കെ എന്തായാലും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ ആബേർ വേഴ്സസ് തെന്നേറ പഠിപ്പിച്ചത്. അപ്പോൾ ആബേർ തെന്നേർ രണ്ടും മീനിങ് ടു ഹാവ് ആണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് സെൻറ്റൻസ് മേക്കും എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ആബേർ മീനിങ് ടു ഹാവ്. പക്ഷെ തെനേർ എന്ന ഹാവിൻ്റെ മീനിങ് ഒരു ഓണർഷിപ്പാണ്. കാരണം ഐ ഹാവ് എ ഹൗസ്, ഐ ഹാവ് എ കാറ്റ് എന്ന് നമ്മൾ പറയുന്ന അതിനെയാണ് നമ്മൾ ആ തെനേർ യൂസ് ചെയ്യുന്നത്. തെങ്കോ അയ്യോടുകൂടെ അല്ലെങ്കിൽ ഹുക്ക് ചെയ്യുമ്പോൾ തെനേർ തേങ്കോ ആയിട്ട് മാറും. അപ്പോൾ തെങ്കോ ഊൻ പേറോ, തെങ്കോ ഊൻ ഗാത്തോ, ഐ ഹാവ് എ ക്യാറ്റ്, ഐ ഹാവ് എ ഡോ, അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തെന്നേറല്ല, ആബേറാണ്. ആബേർ, ഈ ആബേർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എച്ച് സൈലന്റ് ആണ്. ആബേർ തൊട്ടാ പറയും. അപ്പോൾ ആബേർ ആബേറിന് 3 കാറ്റഗറി ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓക്സിലറി വെർബ്, അതായത് ഹെൽപ്പിംഗ് വെർബ്, അസിസ്റ്റ് ചെയ്യുന്നൊരു വെർബാണ് വേറൊരു വെർബിന്. ഇപ്പം ഓക്സിലറി വെർബായിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഹെൽപ്പിംഗ് വെർബ്. പിന്നെ അതിനകത്ത് തന്നെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് സെന്റൻസ് ഒരു വെർബിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആബേറിൻ്റെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു കോമ്പൗണ്ട് സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസായി മാറും ആബേറിൻ്റെ ഹെൽപ്പോടുകൂടി. അത് മെയിനായിട്ടും പെർഫെക്റ്റ് ടെൻസിനാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഹാവ് ഡൺ, ഹാവ് സെഡ്. അപ്പം അതിന് മസ്റ്റായിട്ടും നമ്മൾ ആബേറിൽ നിന്നുള്ള ആ കൊഞ്ചുഗേഷൻ നമ്മൾ യൂസ് ചെയ്യണം. അതായത് എന്നാലേ ആ സെൻറ്റൻസ് പെർഫെക്റ്റ് ആവുള്ളൂ. ഐ ഹാവ് ഡൺ, ആ ഹാവ് ആണ് നമ്മൾ ആബേറിൻ്റെ ടു ഹാവ് എന്നുള്ള ആബേറിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്. അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം നോക്കാം. അപ്പം ജോ എ ആബ്ലാദോ, ജോ ഞാൻ, ഐ എ എച്ച് ആബേറിൽ നിന്നുള്ളതാണ് ഈ എ വന്നിരിക്കുന്നത്. ജോ ഐ എന്ന സബ്ജക്ട് പ്രോണൗണുമായിട്ട് ഹുക്ക് ചെയ്യുമ്പോൾ ഐ ഹാവ് ആബ്ലാദോ, ഐ ഹാവ് സ്പോക്കൺ. ആബ്ലാദോ എന്ന് പറഞ്ഞാൽ ആബ്ലാ എന്ന ഇൻഫിനിറ്റീവ് വെർബ് എആറിൽ എൻഡ് ചെയ്യുന്ന ഒരു റെഗുലർ വെർബാണ് ആബ്ലാ. അവിടെ നമ്മൾ എച്ച് യൂസ് ചെയ്യത്തില്ല. HABLAR എന്ന് എഴുതിയാലും നമ്മൾ ആബ്ലാ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആബ്ലാർ എന്ന് പറയുന്ന ഒരു വെർബാണ്, ഇൻഫിനിറ്റീവ് വെർബാണ്, ARൽ എൻഡ് ചെയ്യുന്നൊരു റെഗുലർ വെർബാണ്. ആബ്ലാറിൻ്റെ പെർഫെക്റ്റ് ടെൻസാണ് സ്പോക്കൺ. അപ്പോൾ അത് ആബ്ലാദോ. AR കട്ട് ചെയ്തിട്ട് ആദോ എൻഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് ടെൻസ് ആവും. ഐ ഹാവ് സ്പോക്കൺ എന്ന് പറയണമെങ്കിൽ ആബേറിൻ്റെ ഫോമായ നമ്മൾ ആബ്ലാദോന്റെ പിന്നിൽ ആഡ് ചെയ്യണം. അപ്പം ആബ്ലാദോ എന്ന് മാത്രം പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഐ ഹാവ് സ്പോക്കൺ. ജോ അവിടെ ഉണ്ട്, പറയേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ജോ എഴുതിയെന്നേ ഉള്ളൂ, പറഞ്ഞാലും പെർഫെക്റ്റാണ്, കുഴപ്പമില്ല. അപ്പം ആബ്ലാദോ, ഐ ഹാവ് സ്പോക്കൺ. ആബേറിൻ്റെ നിന്നുള്ള യൂസ് ചെയ്യും. അപ്പം യു ഹാവ് സ്പോക്കൺ ടു, ഇൻഫോർമൽ ടു, യു ഹാവ് സ്പോക്കൺ ടു ആസ് ആബ്ലാദോ. മാറി, കാരണം സബ്ജക്റ്റ് മാറി, തൂ ആയി. അപ്പൊ തൂന് എന്താണ് മാച്ച് ചെയ്യുന്നത്? ഫ്രം ആബേറിൽ നിന്നുള്ള ആസ്, തൂ ആസ്. ഒരിക്കലും തൂവിന്റെ കൂടെ വരില്ല, തൂവിന്റെ കൂടെ ആസ് മാത്രം. അപ്പൊ നമ്മൾ തൂ പറയണ്ട, ആസ് ആബ്ലാദോ, യു ഹാവ് സ്പോക്കൺ.
ഇനി അടുത്ത സബ്ജക്ട് പ്രോണൗൺ എൽ എയ ഉസ്തേഡ്. എൽ ഹി എയ ഷീ ഉസ്തേഡ് ഫോർമൽ യു. 2 യു ഉണ്ട് ഇവിടെ. നമ്മൾ ഇൻഫോർമൽ യുവിനാണ് ആസ് വന്നിരിക്കുന്നത്. പക്ഷെ ഫോർമൽ യു പറയുമ്പോൾ നമ്മുടെ ആസ് മാറി ആ വരും. എച്ച് എ ആ പേരിൽ നിന്നുള്ള ആ വന്നു. എച്ച് ആബ്ലാദോ. ഈ ആബ്ലാദോ 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 ഏത് സബ്ജക്ട് പ്രോണൗൺ വന്നാലും അത് ഫിക്സഡ് ആണ്. ഒള്ളി ചേഞ്ച് വരുന്നത് ആബേറിൽ നിന്നുള്ള സപ്പോർട്ടിംഗ് വെർബിന്റെ മാറ്റമാണ് വരുന്നത്. അപ്പൊ എ വന്നു, ആസ് വന്നു, ഷീ ഹി യു ഉസ്തേഡ് ഫോർമൽ ആബ്ലാദോ. നോസോത്രോസ് വി ഹാവ് സ്പോക്കൺ. ഇപ്പൊ നോസോത്രോസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്രോനൗൺ മാറി വി ആയി. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ആബേറിന്റെ ഏത് ഫോം വരും? ഏമോസ്. ഏമോസ് ആബ്ലാദോ. അടുത്ത ഓസോത്രോസ്. ഓസോത്രോസ് എന്ന് പറഞ്ഞാൽ യു ആൾ ആണ്, പക്ഷെ അത് സ്പെയിനിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓസോ. അതുകൊണ്ട് ഓസോത്രോസിന് നിങ്ങൾ അത്ര സ്ട്രെങ്ത് ഒന്നും കൊടുക്കണ്ട. ഞാനത് എഴുതിയപ്പോൾ അതൊരു കട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. അതിന് അബേയിസ് ആബ്ലാദോ വോസോത്രോസ്. ellos ellas ustedes they and you all are ustedes. അവരൊരു ഫാമിലിയാണ്, ഒരു ഗ്രൂപ്പാണ്. അവർ ഷെയർ ചെയ്യുന്ന വെർബും സെയിം ആണ്. അപ്പോൾ ആബേറിൽ നിന്നുള്ള ആൻ വന്നു. ellos han hablado, ellas han hablado, ustedes han hablado. അപ്പോൾ ഇനി ആദോ. ഞാൻ പറഞ്ഞു ആബ്ലാറിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, ഐ മീൻ സ്പോക്കൺ എന്നുള്ളതാണ് ആദോ ആബ്ലാദോ. അപ്പൊ ഈ ഇയാൾ എൻഡ് ചെയ്യുന്ന വെർബും അയ്യാൾ എൻഡ് ചെയ്യുന്ന വെർബും നമുക്കുണ്ട്. ആകെ 3 രീതിയിൽ എൻഡ് ചെയ്യുന്ന വെർബാണ് സ്പാനിഷ് ഉള്ളതെന്ന്. എആറിൽ എൻഡ് ചെയ്യുന്നത്, ഇആറിൽ എൻഡ് ചെയ്യുന്നത്, ഐആറിൽ എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇആറിലും ഐആറിലും എൻഡ് ചെയ്യുന്ന വെർബ് എങ്ങനെ മാറും? അവിടെ ആദോ അല്ല, ഈദോ ഈദോ. അതാണ് കൊമേർ എന്ന് പറഞ്ഞാൽ ടു ഈറ്റ്, ഈറ്റൻ കൊമീദോ. ബിബീർ VIVR ബിബീർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഐആറിൽ എൻഡ് ചെയ്യുന്ന വെർബാണ് അത്. അവിടെ ഈദോ ബിബീദോ. ആ ലാസ്റ്റിൽ ഇആറും ഐആറും കട്ട് ചെയ്തിട്ട് ഈദോ. അപ്പൊ ആദോ ഈദോ, ആദോ ഈദോ. അതാണ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോഴത്തേക്ക് മാറുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറയുകയാണ് ഐ ഹാവ് ഈറ്റൻ. അപ്പം ഏതാ യൂസ് ചെയ്യണത്? കൊമേറിന്റെ കൊമീദോ, എ കൊമീദോ. ഇവിടെ എ ആബ്ലാദോ കൊമീദോ ഈറ്റൻ വന്നപ്പോൾ. ഇനി ഞാൻ പറയുകയാണ് ഐ ഹാവ് ലിവ്ഡ്, എ ബിബീദോ. ഇനി ഇത് ഒള്ളി റെഗുലർ വെർബിന് മാത്രമേ ബാധകമാവുകയുള്ളൂ. സ്പാനിഷിൽ അൺഫോർച്ചുനേറ്റ്ലി കുറേ ഇറഗുലർ വെർബുണ്ട്. അതെല്ലാം ഐആറിൽ ഇആറിൽ എആറിലൊക്കെ എൻഡ് ചെയ്യുന്ന വെർബാണ്. പക്ഷേ അവർ റെഗുലർ വെർബല്ല. അപ്പോൾ ഈ പാറ്റേൺ അവർക്ക് യോജിക്കത്തില്ല. അത് നിങ്ങൾ മെമ്മറൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ 2 വെർബ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ തരാം. അസേർ, എൻ്റെ എല്ലാ വെർബും എച്ചിൽ തുടങ്ങുന്നു. HACR അസേർ എന്ന് പറഞ്ഞാൽ ഒത്തിരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ടു മേക്ക് ഓർ ടു ഡു, ഐ ഹാവ് ഡൺ. അപ്പോൾ അവിടെ ഈദോ ആദോ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. എച്ചോ ഡൺ, എച്ചോ. ബട്ട് ആബേറിന്റെ ഫോം സെയിം ആണ്. ഐ ഹാവ് ഡൺ, എ എച്ചോ. എ hablado, he comido, he vivido, he hecho, I have done. അതൊരു ഇറഗുലർ വെർബാണ്. അതുപോലെ വേറൊരു വെർബും കൂടെ കൊടുത്തിട്ടുണ്ട്, ദസീർ. ദസീർ എന്ന് പറഞ്ഞാൽ ടു സേ ഓർ ടു ടെൽ. ഐ ഹാവ് സെഡ് അങ്ങനെയല്ലേ വരുന്നത്? പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഐ ഹാവ് സെഡ്. ആ പേരിന്റെ എ ദിച്ചോ, എ ദിച്ചോ, ഐ ഹാവ് സെഡ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഈ ആദോ ഈദോ മാത്രമല്ല ഇറഗുലർ വെർബിനെ പെർഫെക്റ്റ് ടെൻസ് എപ്പോഴും വേറെ ഒരു രീതിയിലേക്കാണ് മാറുന്നത്. അതൊരുപാടുണ്ട്. അപ്പം അത് മെമ്മറൈസ് ചെയ്യാം. ഇനി അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോമ്പൗണ്ട് സെൻറ്റൻസ് പഠിച്ചു. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആസ്. ഇനി ഐ ഹാവ് സ്പോക്കൺ.
ഐ ഹാവ് സ്പോക്കൺ, ഐ ഹാഡ് സ്പോക്കൺ എന്നും പറയാൻ പാടില്ല. ഐ ഹാവ് സ്പോക്കൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞു എന്നുള്ളതിലാണ് പ്രസൻറ്റ് ടെൻസ്. പക്ഷെ അത് പാസ്റ്റ് ആണെങ്കിലും ഐ ഹാവ് സ്പോക്കൺ, അത് ലൈക്ക് അവേഴ്സ് അഗോ ഐ ഹാഡ് സ്പോക്കൺ എന്ന് പറയും അല്ലേ. അപ്പം അവിടെ നമ്മൾ ഈ എ അല്ല യൂസ് ചെയ്യണം. അവിടെ നമുക്കൊരു അബിയ എന്ന് പറയുന്നൊരു ആബേർ എന്ന് പറയുന്ന ഒരു അബിയ. അപ്പം നമ്മൾ പറയും ജോ അബിയ അബ്ലാദ്, ഹാഡ് സ്പോക്കൺ. അപ്പോൾ അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട് ഈ ആബേറിന്. ഇത് ആബേറിന്റെ പ്രസന്റ് ടെൻസ് ആണ്. എ ആസ് എം, ആബിയ അബിയാസ് അബിയ അങ്ങനെ അത് പോവും. ഇനി രണ്ടാമത്തത് ഇംപേഴ്സണൽ സെന്റൻസ് ആയിട്ടും ആബേറിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സബ്ജക്റ്റ് ഇല്ല, ആരും ആകാം. അതുപോലെ സിംഗുലർ ഇല്ല, പ്ലൂറൽ ഇല്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ദർ ഇസ് എ ക്യാറ്റ്, ദർ ഇസ് എ മാൻ, ദർ ഇസ് എ എന്തെങ്കിലും. അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ പറയും, അതിനോട് ഒരു സബ്ജക്റ്റ് ഇല്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐ, HAY. എച്ച് പറയത്തില്ല, ഐ പറഞ്ഞ ഐ ദർ ഈസ്, അല്ലെങ്കിൽ ദർ ആർ പ്രസന്റ് ടെൻസ് ആണ്. ദർ ഈസ്, ദർ ആർ. ലൈക്ക് ഐ കൊമീദ en la casa, there is comida, food, en la casa, there is a food in the house. അതുപോലെ hay un perro, there is a dog. No hay tiempo, there is no time, not I don't have, there is no time. ഇപ്പം ഞാൻ പറഞ്ഞ ഐ ഡോണ്ട് ഹാവ് എനി ടൈം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ ഐ അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ തെന്നേറിൻ്റെ ഫോം ഉപയോഗിച്ച തേങ്കോ, നോ തേങ്കോ തിയമ്പോ. നോ തേങ്കോ തിയമ്പോ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ടൈം. അവിടെ പേഴ്സണലുണ്ട്, നോ തേങ്കോ തിയമ്പോ. ഇവിടെ ഒരു പേഴ്സൺ ഇല്ല. ആവേറിൽ നിന്നുള്ള ഹാവ് ആണെങ്കിലും നോ പേഴ്സൺ, ആർക്കും ആകാം. ഒരു ജനറലായിട്ട് പറയുക, നോ ഐ തിയമ്പോ, ദർ ഇസ് നോ ടൈം ഫോർ എനിത്തിങ്. മനസ്സിലായല്ലോ? തെന്നേർ ആബേറിൻ്റെ അവിടെ തെന്നേർ എപ്പോഴും ഓണർഷിപ്പാണ്. ഐ ഡു നോട്ട് ഹാവ് എനി ടൈം, നോ തേങ്കോ തിയമ്പോ. അപ്പോൾ അതാണ് ഇംപേഴ്സണൽ സെൻറ്റൻസ് ഉണ്ട്. പേഴ്സണൽ ഇല്ല, ഒന്നുമില്ല. അവിടെ ദേർ വാസ് വരും. നമ്മളിപ്പോൾ ദേർ ആർ, ലൈക്ക് ദേർ വാസ് നോ മിൽക്ക്, നോ അബിയ ലെച്ച്. അബിയ എന്ന് പറഞ്ഞാൽ അബിയ എന്ന് പറഞ്ഞാൽ ദേർ വാസ്, അല്ലെങ്കിൽ ദേർ വേർ. ഞാനിവിടെ ഒരു അബിയ പറഞ്ഞായിരുന്നു, ജോ അബിയ ബ്ലാദോ, ഐ ഹാഡ് സ്പോക്കൺ. അപ്പോൾ ഈ അബിയ എന്ന് പറഞ്ഞാൽ ആബേറിൽ നിന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ്. നോ അബിയ ലെച്ച്, there was no milk, hay comida en la casa, there is food in the house. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയാണ് ആബേറിന്റെ ഇംപേഴ്സണൽ സെന്റൻസ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഇംപേഴ്സണൽ ഒബ്ലിഗേഷൻ. അതായത് ഐ കെ ലിംബിയ ല കാസ. ഇപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണെങ്കിൽ വീടെല്ലാം ഇങ്ങനെ മെസ്സപ്പായി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറയാം, എന്താ പറയണ്ട, ഐ കഴിഞ്ഞൊരു കെ ഉണ്ട്. ഐ കെ ലിംബിയാർ ല കാസ. സമ്മൺ ഓർ വി മസ്റ്റ് ക്ലീൻ ദ ഹൗസ്. സംബഡി, വൺ മസ്റ്റ്, ആരെങ്കിലും ആകട്ടെ. മേ ബി വി മസ്റ്റ് ആണ്, അല്ലെങ്കിൽ യു മസ്റ്റ് ആകാം, അല്ലെങ്കിൽ കിഡ്സ്, ആർക്ക് വേണമെങ്കിലും അതൊരു നെസസറിയാണ്, ഒരു ഒബ്ലിഗേഷനാണ്, അതൊരു ജനറലായിട്ട് പറയണം. അതുകൊണ്ടാണ് ഐ കെ ലിംബിയ ല കാസ, വി മസ്റ്റ് ക്ലീൻ ദ ഹൗസ്. ഐ കെ സ്തുതിയാർ, വി മസ്റ്റ് സ്റ്റഡി. അത് വി ആകാം, ആരെങ്കിലും ആകാം. ദ വൺ മസ്റ്റ് സ്റ്റഡി. അപ്പം ഞാൻ പറയുകയാണ് ഐ മസ്റ്റ്, അല്ലെങ്കിൽ ഐ ഹാവ് ടു സ്റ്റഡി എന്ന് ഞാൻ പറയുവാണെങ്കിൽ അവിടെ പേഴ്സണൽ വന്നു. അപ്പോൾ ഞാൻ പേഴ്സണൽ പ്രോണൗൺ ജോ ഉപയോഗിക്കും. ജോ തേങ്കോ കെ എസ്തുതിയാർ ഞാൻ പറഞ്ഞു. തേങ്കോ തെനേറിൽ നിന്നുള്ള ഫോം, തെനേറിൻ്റെ കാറ്റഗറി ഫോമായിട്ട് ഉപയോഗിക്കും തേങ്കോ. ഇവിടെ പേഴ്സണൽ, ഇംപേഴ്സണൽ ഒബ്ലിഗേഷനാണ്. വേറൊന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഐ കെ പെൻസാർ ആൻഡേസ് ദേ hablar. വെരി ഇമ്പോർട്ടൻറ്റ്. ഐ കെ പെൻസാർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആകട്ടെ, വി ആയിട്ട് എടുക്കാം. വി മസ്റ്റ് പെൻസാർ, ടു തിങ്ക്. ആൻഡേസ് ബിഫോർ, ദേ hablar. ബിഫോർ വി സ്പീക്ക്, വി ഹാവ് ടു തിങ്ക്. അവിടെ ആരെന്നില്ല, ഒരു
ജനറൽ കോൺടെക്സ്റ്റാണ്. മനസ്സിലായോ? പിന്നെ നമുക്ക് ഈ ആയതുകൊണ്ട് ചിലപ്പം ഈ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നിങ്ങൾ കേട്ടോണ്ടത് സ്പാനിഷിൽ ഇങ്ങനെ ഫ്രണ്ട്സിലൊക്കെ ഇങ്ങനെ ടോക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഫസ്റ്റിൽ ഇങ്ങനെ കാണുമ്പോൾ കെ ആയി മറിയ കെ ആയി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ ന്യൂസ്, വാട്ട്സ് ഗോയിങ് ഓൺ, കെ ആയി. പിന്നെ കേട്ടിട്ടുണ്ട് നോ ഐ ദെക്കെ, നോ ഐ ദെക്കെ, നോ ഐ ദെക്കെ എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ആൾ. ചിലർ യു ആർ വെൽക്കമിന് പോലും ഇത് യൂസ് ചെയ്യാറുണ്ട്. നോ ഐ ദെക്കെ, നോ മെൻഷൻ പ്ലീസ്, നോട്ട് അറ്റ് ഓൾ, ലൈക്ക് ദാറ്റ്. പക്ഷെ അവിടെ ഒരു വി എന്ന വേർഡില്ല, വെൽക്കം ഇല്ല. പക്ഷേ അതിൻ്റെ ഇൻ്റർ മീനിങ് നോട്ട് അറ്റ് ആൾ അങ്ങനെയാണ്, നോ ഐ ദെക്കെ. അപ്പോൾ നിങ്ങൾ ആബേറിൻ്റെ 3 കാറ്റഗറിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. പിന്നെ എങ്ങനെയാണ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ആബ്ല, കൊമ്മേർ, ബിബിയർ എല്ലാം മാറുന്നത്, ഈതോ ആദോ, ആദോ ഈതോ അങ്ങനെ. ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യണം വിത്ത് ആബേർ. പിന്നെ ഇവിടെ ഊബോ ഇട്ടു. ഊബോ എന്ന് പറയുന്നതും നമ്മൾ ആബിയ എന്ന് ഞാൻ പറഞ്ഞു. ആബിയ ഒരു പാസ്റ്റ് ടെൻസ് ആണ് ഫ്രം ആബേർ. അതുപോലെ തന്നെ ആബേർ എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ് ഊബോ. സാധാരണ എല്ലാ വെർബിനും സ്പാനിഷ് 2 പാസ്റ്റ് ടെൻസ് ഉണ്ട്. ഒന്ന് ഒരു സർട്ടൻ പീരീഡ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് എൻഡായി, പരിപാടി തീർന്നു. ഐ എയ്റ്റ്, ഐ ഹാവ് ഈറ്റൻ എന്ന് പറയുമല്ലേ. ഐ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പാസ്റ്റ് ആണ്. അതുപോലെ ഇവിടെ ആബിയ, ഊബോ 2 പാസ്റ്റ് ടെൻസ് ആണ് ആബിയർ എന്നുള്ള. ആബിയ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ പാസ്റ്റിൽ സംഭവിച്ചാണ്. ഇപ്പം നമുക്ക് പറയാം വെൻ ഐ വാസ് കിഡ്, ഐ യൂസ് ടു ഗോ പ്ലേ, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് അബിയയാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അത് ഒരു സർട്ടൻ ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് ഊബോയാണ്, ഒരു സ്പെസിഫിക് ടൈം സ്റ്റാർട്ട് ആൻഡ് എൻഡ്. Ayer hubo un accidente por mi casa. Yesterday hubo, done, കഴിഞ്ഞു. ഒരു ആക്സിഡൻറ്റ് എൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പം ഊബ അധികം അങ്ങനെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കീപ്പിന് മൈൻഡ് 2 പാസ്റ്റേഴ്സ്, ഒന്ന് ആബിയ, ഒന്ന് ഊബോ, ആബേറിൻ്റെ ഫോമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആബേർ എന്ന വെർബ് ടു ഹാവ് ആണ്. ആ ഹാവ് എവിടെയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാറ്റഗറീസ്, അതിൻ്റെ യൂസസ് എല്ലാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഗുഡ് ബൈ പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ഹasta luego, adiós, ബൈ.